പിന്നിലേക്ക് നോക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഒട്ടനവധി സിനിമകളുണ്ട്. 80കളുടെ അവസാനത്തിൽ തിയേറ്ററുകളിലെത്തിയ ചില ചിത്രങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ മികവ് കാട്ടിയിട്ടുമുണ്ട്. മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടം നേടി മനസ്സിൽ കൂടുകെട്ടി താമസിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു ചലച്ചിത്രമുണ്ട്. ബോക്സ് ഓഫീസിൽ ആവറേജ് കളക്ഷൻ മാത്രം നേടിയ ചിത്രമാണിത്. കാലം തെറ്റി വന്ന സിനിമയാണിതെന്നും ഇന്നിറങ്ങിയിരുന്നെങ്കിൽ ആ സിനിമ ഉണ്ടാക്കുമായിരുന്ന ഓളം 10 മടങ്ങാകുമായിരുന്നു എന്നും പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്ന ആ ചലച്ചിത്രത്തെ പറ്റിയാകാം ഇത്തവണ ഒരു വട്ടം കൂടി. വീണ്ടും സ്വാഗതം. AK ലോഹിതദാസിന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററുകളിലെത്തിയ ദശരഥം എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സിബി ലോഹി കൂട്ടുകെട്ട് മികവിന്റെ പര്യായമായി അറിയപ്പെട്ടിരുന്ന കാലമാണ് 80കൾ. ഒട്ടനവധി ചലച്ചിത്രങ്ങൾക്കായി ഈ രണ്ട് പ്രതിഭകളും ഒന്നിച്ചിട്ടുണ്ട്. തനിയാവർത്തനം, കിരീടം പോലെയുള്ള ചിത്രങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് ഹരമായി തുടരുന്നു. അതുപോലെ തന്നെയാണ് ദശരഥവും. കൃത്രിമ ബീജസങ്കലനം, സറോഗസി തുടങ്ങിയവ പ്രചാരത്തിൽ വരുന്നതിന് മുൻപേ തന്നെ ഈ വിഷയങ്ങൾ പ്രതിപാദിച്ച് കഥ പറഞ്ഞ ചലച്ചിത്രമാണ് ദശരഥം. പുത്തൻ പ്രമേയം എന്ന സവിശേഷത കൂടാതെ മോഹൻലാൽ എന്ന നടന്റെ അതുല്യമായ അഭിനയ ചാതുരി വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന ചലച്ചിത്രം കൂടിയാണ് ദശരഥം. ലക്ഷ്യബോധമില്ലാത്ത പണക്കൊഴുപ്പിന്റെ മാസ്മരികതയിൽ മുഴുകി ഉത്തരവാദിത്ത ബോധം തൊട്ടു തീണ്ടാത്ത യുവ ബിസിനസ്സുകാരനായ രാജീവ് മേനോൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എന്ന നടൻ സ്ക്രീനിനും പ്രേക്ഷകർക്ക് മുന്നിൽ കാട്ടിയ നടന വൈഭവം വേറെ തന്നെയായിരുന്നു. മദ്യവും മദിരാക്ഷിയും ഒപ്പം കൂട്ടുകുടിയനായ കറിയാച്ചനെയും നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന രാജീവിന് ഉപദേശങ്ങൾ ഇഷ്ടമേയല്ല. ഉപദേശിക്കുന്നതിന് പകരം വേണമെങ്കിൽ തല്ലുകൊള്ളുകയോ ചീത്ത കേൾക്കുകയോ ആവാം എന്ന മട്ടാണ് എപ്പോഴും. പിള്ളയായി ജനാർദ്ദനൻ നായരും കറിയാച്ചനായി നടുമുടി വേണുവും വിസ്മയിപ്പിച്ച ചിത്രം കൂടിയാണ് ദശരഥം. മൂക്കറ്റം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന രാജീവ് മേനോൻ തന്നെ ഉപദേശിക്കാൻ വരുന്നവരോട് പറയുന്നത് ആ കഥാപാത്രത്തെ പറ്റി വ്യക്തമായൊരു ചിത്രം വരച്ചിരുന്നു. ലൈഫ് എൻ്റെയാണ്, എൻ്റെ മാത്രം. ഞാനത് അലമാരയിൽ വെച്ച് പൂട്ടും, ചില്ലുപാത്രം പോലെ എറിഞ്ഞുടയ്ക്കും, റബ്ബർ പന്ത് പോലെ തട്ടിക്കളിക്കും, ചപ്പാത്തി പോലിട്ട് പരത്തും, ദോശ പോലെ ചുട്ടു തിന്നും. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അതാണ് രാജീവ് മേനോൻ. ഇട്ടുമൂടാനുള്ള പണവും സുഖസൗകര്യങ്ങളുമുള്ള ആ രാജീവ് മേനോൻ്റെ മനസ്സിൽ ഒരു നാൾ തനിക്ക് വളർത്താനൊരു മകൻ വേണമെന്ന മോഹം മുട്ടിടുന്നു. എന്നാൽ കല്യാണം കഴിച്ച് ഭർത്താവും അച്ഛനും ഒന്നും ആകാൻ മേപ്പടിയാൻ ഒരുക്കമല്ല. അതിലൊരു കോംപ്രമൈസും ഇല്ല തന്നെ. കറിയാച്ചൻ്റെ ഇളയ മകൻ തൊമ്മൻ കുഞ്ഞിനെ അടുത്തറിയുന്നത് മുതൽ തുടങ്ങുന്നതാണ് ഈ ആഗ്രഹം. പിന്നീട് വാടക ഗർഭം എന്ന ചിന്തയിലേക്കും അതിനുവേണ്ടി ഒരു സ്ത്രീ എന്ന ചിന്തയിലേക്കും നീങ്ങുന്നു. രോഗബാധിതനായി കഴിയുന്ന മുൻ ഫുട്ബോൾ താരം ചന്ദ്രദാസിന് ശസ്ത്രക്രിയയ്ക്കായി പണം നൽകി ദാസിൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുകയാണ് രാജീവ്. തൻ്റെ കുഞ്ഞിനെ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ഉദരത്തിൽ പേറുകയും പ്രസവിക്കാനും തയ്യാറാകുന്ന ദാസിൻ്റെ ഭാര്യയായ ആനിയെ കുഞ്ഞിൻ്റെ അമ്മ എന്നതിലുപരി താൻ പണം കൊടുത്തു വാങ്ങിയ ഒരു യന്ത്രമായി മാത്രമേ രാജീവിന് കാണാനാകുന്നുള്ളൂ. ദാസിൻ്റെ ശസ്ത്രക്രിയയ്ക്കായുള്ള പണം കൈപ്പറ്റി സുഖപ്രസവത്തിലൂടെ തൻ്റെ മകനെ തനിക്ക് തരിക, സ്ഥലം വിടുക എന്ന കരാറിൽ ഉറച്ചു നിന്നുകൊണ്ട് രാജീവ് ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളിൽ പക്ഷേ സ്വന്തം മകനെ നെഞ്ചോട് ചേർക്കാനുള്ള മോഹം മാത്രമാണുള്ളത്. അത് പല സീനുകളിലും സംവിധായകൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ദാസിനും ആനിക്കും ആനിയുടെ അമ്മയ്ക്കുമൊക്കെ ഈ സ്വഭാവം അലോസരമുണ്ടാക്കുന്നു. എങ്കിലും പിന്നീട് തൻ്റെ മകനെ ഗർഭം ധരിച്ച സ്ത്രീ എന്ന ഒരു പരിഗണന ആനിക്ക് രാജീവ് നൽകുന്നുണ്ട്. എന്നാൽ മകനെ തന്നെ ഏൽപ്പിച്ച് മടങ്ങുമെന്ന് കരുതിയിരുന്ന ആനി സ്വന്തം ഗർഭത്തിൽ വളർന്ന കുഞ്ഞിനെ കൈമാറാൻ തയ്യാറാകാത്തതോടെ രാജീവിലുണ്ടാകുന്ന നിരാശ, മോഹഭംഗം, ക്രോധം എന്നിവ ചെറുതല്ല. കോടതിയിലും പരാജയം ഏറ്റുവാങ്ങി ആകെ തളർന്ന് വീണ്ടും മദ്യപാനത്തിലേക്ക് കൂപ്പുകുത്തുന്ന രാജീവ് പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ആനിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ആനിയിലെ മാതൃഭാവം അയാൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതും സത്യം. കുഞ്ഞുനാളിൽ തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയോടുള്ള ദേഷ്യവും അവജ്ഞയുമൊക്കെ ആനി എന്ന തൻ്റെ മകൻ്റെ അമ്മ ഇല്ലാതാക്കുന്നു ക്രമേണ. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് പ്രേക്ഷകരുടെ കണ്ണുകളെ ഈറനണിയിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ചിത്രം റിലീസായ സമയത്ത്
തിയേറ്ററുകളിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളുമായി ഇറങ്ങുന്ന പ്രേക്ഷകർ ഇപ്പോഴും മനസ്സിലുണ്ട്. സവിശേഷമായും സുകുമാരി അവതരിപ്പിക്കുന്ന മാഗിയുടെ തോളിൽ പിടിച്ചു നിന്ന് മാഗിക്ക് തന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കാമോ എന്ന ചോദ്യവുമായി അവസാന സീനുകളിൽ മോഹൻലാൽ വെള്ളിത്തിരയിൽ നിറയുമ്പോൾ അണപൊട്ടുന്ന മനസ്സുകളുമായാണ് പ്രേക്ഷകർ അപ്പോൾ തിയേറ്റർ വിടുന്നത്. മോഹൻലാൽ എന്ന അഭിനേതാവിൻ്റെ അത്യുഗ്ര പ്രകടനം കൊണ്ട് സമ്പന്നമായ സിനിമ കൂടിയാണ് ദശരഥം. മോഹൻലാലിനെ പറ്റി ആരാധകർ പലപ്പോഴും പറയാറുള്ളത് പോലെ വിരലുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന കാഴ്ച ദശരഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. രേഖയുടെ ആനിയും സുകുമാരിയുടെ മാഗിയും കരമനയുടെ പിള്ളയും നമുക്ക് മറക്കാനാകുന്ന കഥാപാത്രങ്ങളല്ല. മുരളിയുടെ ചന്ദ്രദാസും നെടുമുടിയുടെ കറിയാച്ചനും അതുപോലെ തന്നെ. ഡോക്ടർ ദമ്പതികളായി എത്തുന്ന സുകുമാരനും ജയഭാരതിയും കാഴ്ചവെക്കുന്നതും അനായാസമായ അഭിനയ പ്രകടനമാണ്. ചെറിയ വേഷങ്ങളിൽ എത്തുന്ന KPSC ലളിത, ജഗന്നാഥൻ, ബോബി കൊട്ടാരകര തുടങ്ങിയവരെയും മറക്കാനാവില്ല തന്നെ. പെർഫോമൻസുകൾ കൊണ്ട് അവിസ്മരണീയമാകുന്ന ഒരു ചലച്ചിത്രമാണ് ദശരഥം. ഒപ്പം പ്രമേയത്തിൻ്റെ പുതുമ കൊണ്ടും ഒരിക്കലും മറക്കാനാവാത്ത സിനിമ. ദശരഥം ഇനിയും പല ആവർത്തി കാണാവുന്ന ചിത്രമാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നന്ദി.